കൈത്താക്കാലം 6-ാം ഞായർ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. 10 കുഷ്ഠരോഗികൾ. പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവം എല്ലാം നന്നായിരിക്കുന്നു എന്ന് കണ്ടു. അതിൽ ഏറ്റവും സുന്ദര സൃഷ്ടിയാണ് മനുഷ്യൻ. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത്. അതിലൊരു ആത്മീയ മാനമുണ്ടെന്നുള്ളത് ശരി തന്നെ. എന്നാൽ ദൈവത്തിന്റെ ഈ സുന്ദര സൃഷ്ടിയെ ബാധിക്കുന്ന ഗുരുതരമായ വൈരൂപ്യമാണ് കുഷ്ഠരോഗം. കുഷ്ഠം വന്ന് ചുണ്ടും മൂക്കും ചെവിയും വിരലുകളുമൊക്കെ വികൃതമായി കൊഴിഞ്ഞുപോയി 2 കാലിൽ നടക്കുന്ന ഭീതിപ്പെടുത്തുന്ന ചലിക്കുന്ന ഒരു രൂപമായി അവർ മാറുന്നു. രോഗസൗഖ്യം അപ്രാപ്യമായതിനാൽ രോഗം ബാധിച്ചവർ ആർക്കും പ്രവേശനമില്ലാത്ത വിജനമായ ഒരു പാളയത്തിൽ ഒതുങ്ങി താമസിക്കണമെന്ന കർശന നിയമം അന്ന് നിലവിലുണ്ടായിരുന്നു. മുടി ചീകാനോ നല്ല വസ്ത്രം ധരിക്കാനോ മുഖം മറയ്ക്കാതെ നടക്കാനോ അനുവാദമില്ലാത്ത ഒരവസ്ഥ. ലേവ്യർ 13. ഒരു ശവശരീരത്തോടുണ്ടായിരുന്ന അസ്പർശ്യത ഇത്തരം രോഗബാധിതരോടുമുണ്ടായിരുന്നു. സ്വതവേ സ്വജാതീയരും വിജാതീയരും തമ്മിൽ സമ്പർക്കമില്ലാത്ത ആ കാലഘട്ടത്തിൽ 2 കൂട്ടരും ഒരേ പാളയത്തിലാണ് ജീവിച്ചിരുന്നത് എന്നുള്ളത് തന്നെ രോഗം ബാധിച്ചവരോടുള്ള അവഹേളനത്തിന്റെ ഉദാത്ത തെളിവാണ്. ഈ ഒറ്റപ്പെടലിന്റെ ഭീകരത കോവിഡ് കാലത്ത് നാം നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. ജീവിതത്തിൽ ഒറ്റപ്പെടുന്നതിന് കാരണമായവരെല്ലാം അനുഭവിക്കുന്ന വേദന ഒന്നാണ്. സാമ്പത്തികം, രോഗം, നിറം, വർഗം, വൈരൂപ്യം, ജാതി, മതം, പാണ്ഡിത്യം, സ്ഥാനമാനങ്ങൾ, എല്ലാറ്റിനും ഉപരിയായി വാർദ്ധക്യം തുടങ്ങിയ പല കാരണങ്ങളാൽ ഒറ്റപ്പെടുത്തപ്പെട്ട ഓരോ മനുഷ്യരുടെയും വേദനകളെക്കുറിച്ച് അവബോധമുള്ളവരാകാൻ ഈ സുവിശേഷ ചിന്തകൾ കാരണമാകട്ടെ. മനുഷ്യന്റെ നന്ദിഹീനതയെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രമേയവും ഇന്നത്തെ സുവിശേഷത്തിലുണ്ട്. ലോകം ഒറ്റപ്പെടുത്തിയവരെങ്കിലും ആ 10 പേർ യേശുവിന്റെ കണ്ണിൽ ബഹുമാന്യരും ആദരണീയരുമായിരുന്നു. ജാതിയും മതവും ഒന്നും നോക്കാതെയാണ് അവരെല്ലാം പുരോഹിതന്റെ അരികിലേക്ക് യേശു പറഞ്ഞുവിട്ടത്. പോകും വഴി അവരെല്ലാം സുഖം പ്രാപിച്ചു. 15. തന്നിൽ സംഭവിച്ച രോഗസൗഖ്യം അനുഭവിച്ച അവരിൽ ഒരുവൻ മാത്രം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചുവന്ന് യേശുവിന്റെ കാൽക്കൽ പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവൻ ഒരു സമരിയാക്കാരനായിരുന്നു. യേശു ചോദിക്കുന്നു, ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചുവന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ? 18. അങ്ങനെ തോന്നാത്തവരെല്ലാം സ്വജാതീയരായിരുന്നു. അനുഗ്രഹം തങ്ങളുടെ അവകാശമാണെന്നത് ചിന്തിക്കുന്നവർ. പക്ഷേ എല്ലാം ദൈവദാനങ്ങളാണെന്ന് ഇത്തരക്കാർ മറന്നുപോകുന്നു. സ്വന്തം കഴിവുകൊണ്ടും അല്ലെങ്കിൽ സ്വന്തം അവകാശത്തിനാലുമാണ് തനിക്ക് ലഭിച്ച ആനുകൂല്യങ്ങളെന്ന് അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്. മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന കൃപയുടെ അളവനുസരിച്ച് വിവേകപൂർവ്വം ചിന്തിക്കുവിൻ. റോമ 12:3. സ്വന്തം കുലമഹിമയെക്കുറിച്ച് അവർ അഹങ്കരിച്ചിരിക്കണം. ആർക്കും കീഴടങ്ങേണ്ട ഒരു വർഗത്തിൽപ്പെട്ടവരല്ല ഞങ്ങൾ എന്ന അഹങ്കാരം. ശാരീരിക കുഷ്ഠത്തേക്കാൾ ഭീകരമാണ് മനസ്സിന്റെ കുഷ്ഠം. എളിമപ്പെട്ട് സാഷ്ടാംഗം പ്രമാണിച്ച് കിടക്കുന്ന സമരിയാക്കാരനോട് യേശു പറയുന്നുണ്ട്, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. മറ്റ് 9 പേരുടെ ശാരീരിക കുഷ്ഠം മാറിയിരിക്കാം, പക്ഷേ മാനസികമായി അവർ രക്ഷ പ്രാപിക്കപ്പെട്ടിട്ടില്ല എന്നതിന്റെ അർത്ഥം. നമുക്കും നമ്മുടേതായ ധാർഷ്ട്യങ്ങളും തന്നിഷ്ടങ്ങളും പിടിവാശികളുമുണ്ട്. പക്ഷേ കുടുംബത്തിലും സമൂഹത്തിലും ഇതിനാൽ നാം ഒറ്റപ്പെട്ടവരായി തീരുന്നു. ശാരീരിക കുഷ്ഠം ബാധിച്ചവരെ ഒറ്റപ്പെട്ട പാളയത്തിലേക്ക് അയക്കപ്പെടുന്നു. പക്ഷേ മനസ്സിൽ കുഷ്ഠം ബാധിച്ചവർ തങ്ങളുടെ അഹന്തയാൽ ആർക്കും പ്രവേശനമില്ലാത്ത സ്വയം നിർമ്മിത പാളയത്തിൽ അടച്ചുപൂട്ടിക്കിടക്കുന്നു. സമ്പത്ത് സ്വയം അനുഭവിക്കുന്നു. വ്രണബാധിതനായ ലാസർമാർ നമ്മുടെ ചുറ്റുവട്ടത്തുമുണ്ട്. പാണ്ഡിത്യത്തിൽ അഹങ്കരിച്ച് മറ്റുള്ളവരെ പുച്ഛിച്ച് ജീവിക്കുന്നു. സ്ഥാനമാനങ്ങളുമുണ്ട്. ഭരമേൽപ്പിക്കപ്പെട്ടവരുടെ ആവശ്യങ്ങളിൽ കണ്ണും പൊത്തി നിൽക്കുന്നു. മനസ്സ് മരവിച്ച മനുഷ്യർ. അങ്ങനെയുള്ളവരാകാതെ ദൈവം ഭരമേൽപ്പിച്ച കൃപകൾക്കും ദാനങ്ങൾക്കും ആ സമരിയാക്കാരനെ പോലെ എളിമയുള്ളവനായി എല്ലാറ്റിനും ഏതിനും ദൈവത്തെ സ്തുതിച്ച് വാഴ്ത്തി ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ.